ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന പ്രധാന വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇവാൻ മുക്കോമനോവിച്ച് എന്ന് പറയുന്ന പരിശീലകൻ പോയപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, നമുക്ക് അദ്ദേഹം തന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ വലുതാണ്. കാരണം കഴിഞ്ഞ 3 സീസൺസ് നമുക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് ഹാപ്പി ആകുന്നൊരു കാര്യമായി മാറുന്നത് 2017 മുതൽ 2021 വരെയുള്ള സീസണുകൾ വരെ നമ്മൾ ഭയങ്കര ഒരു സ്ട്രഗിളിങ് ഫേസിലൂടെയായിരുന്നു. മറ്റുള്ളവർ മോക്ക് ചെയ്യുന്ന ഒരു ക്ലബ്ബ് തന്നെയായിരുന്നു. അവിടെ നിന്ന് ഒരു ഉയർച്ച നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവാൻ മുക്കോമനോവിച്ച് എന്ന് പറയുന്നൊരു കോച്ചിൻ്റെ ഒരു പോകുന്ന സാഹചര്യത്തിൽ നമുക്ക് ട്രോഫി ഇല്ല എന്ന് പറയുന്നത് തന്നെയാണ് ഒരു വിഷമവും ഒരു വിഷയവുമായി മാറുന്നത്. അത് മാറുന്ന തരത്തിൽ ഇനിയിപ്പം ഇവാൻ മുക്കോമനോവിച്ച് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഒരു അപ്ഗ്രേഡിങ് ചെയ്തിട്ടുള്ളൊരു കോച്ച് തന്നെയാണ്. ഇനി ഒരു പുതിയ കോച്ച് വരുമ്പോഴും ആ തരത്തിലുള്ളൊരു അപ്ഗ്രേഡിങ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ പറഞ്ഞ വീഡിയോയുടെ ഒരു പ്രധാന വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവാൻ മുക്കോമനോവിച്ച് മാറിയത് കൊണ്ട് അല്ലെങ്കിൽ പുതിയൊരു കോച്ച് വരുമ്പോൾ നമുക്കെല്ലാം ശരിയാകുമോ, ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതാണ് പ്രധാനമായിട്ടും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇതിൽ ആദ്യത്തെ 2 വിഷയങ്ങളെന്ന് പറയുന്നത് ഒരുപാട് വന്ന കമൻസ് ആണ്. അതുമായിട്ട് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അതായത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരുപാട് യങ് പ്ലേയേഴ്സിനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൊരു ക്ലബ്ബാണ്. അപ്പം അതിപ്പോൾ ഐമാൻ ആണെങ്കിലും അസർ ആണെങ്കിലും തുടങ്ങിയിട്ട് നിഹാൽ, സച്ചിൻ, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പം അതിനൊരു മാറ്റം ഉണ്ടാകുമോ അല്ലെങ്കിൽ അതിനൊരു പ്രശ്നമായി മാറുമോ എന്നുള്ളത്, ഇതേപോലെ യങ് പ്ലേയേഴ്സിനെ കോച്ചസ് യൂട്ടിലൈസ് ചെയ്യുമോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇനി എല്ലാം ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം പുതിയൊരു കോച്ച് വരുമ്പം, ട്രസ്റ്റ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ. അതിൽ ഞാൻ രണ്ടാമത്തെ കാര്യത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ISLൻ്റെ ഒരു നിലവിലൊരു സാഹചര്യത്തിൽ ട്രസ്റ്റ് പ്രോസസ്സിൻ്റെ ഒക്കെ ആവശ്യകത ഉണ്ടോ എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം ഇവാൻ മുക്കോമനോവിച്ച് എന്ന് നമ്മുടെ കോച്ച് ആദ്യ സീസണിൽ വന്നപ്പോൾ നമുക്കൊരു ട്രസ്റ്റ് പ്രോസസ്സ് ആവശ്യമായിരുന്നു. കാരണം നമ്മൾ അത്രയ്ക്ക് ഡൗൺഫോൾ ആയിരുന്നു അതിന് മുന്നത്തെ 4 സീസണുകൾ. അതിൻ്റെ ഒരു പറഞ്ഞ പോലെ അപ്ഗ്രേഡ് നമുക്ക് നൽകിയിട്ടുണ്ട്. നമുക്കൊരു സ്റ്റെബിലിറ്റി ഇവാൻ മുക്കോമനോവിച്ച് എന്ന് പറയുന്ന ഒരു കോച്ച് വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ISL പോലെയുള്ള ഒരു ലീഗിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് പറഞ്ഞ പോലെ ട്രസ്റ്റ് പ്രോസസ്സിൻ്റെ ഒരു ആവശ്യകത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സീസൺ കൂടിയാണ് ഇത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ നോക്കുക, ISLലെ ഈ സീസണിലെ KBFC ഒഴികെയുള്ള ബാക്കി 5 ടീമിൻ്റെയും പരിശീലകർ പുതിയ ആ ടീമിൻ്റെ ഈ സീസണിൽ പുതുതായിട്ട് വന്നവരോ അല്ലെങ്കിൽ മിഡിൽ വന്നവരാണ്. ഇപ്പം മോഹൻ ബഗാൻ്റെ ഹബാസ് ഇടയ്ക്ക് വെച്ച് വന്നതാണ്. പീറ്റർ കാക്കി രണ്ടാമത്തെയുള്ള ടീം മുംബൈ സിറ്റി, അദ്ദേഹം ഇടയ്ക്ക് വെച്ച് വന്നതാണ്. മണോല ഗോവയിലെ അദ്ദേഹത്തിൻ്റെ ഈ സീസണിലെ ആദ്യത്തെ സീസണാണ് എന്നുള്ളത് മനസ്സിലാവും. സെർജിയോ ലൊബേറയുടെ ഒഡീഷയിലെ ആദ്യത്തെ സീസണാണ്. ചെന്നൈയിൻ FC പണ്ട് ഓൺഗോയിൽ പരിശീലനമായിരുന്നു, പക്ഷേ ഇപ്പോഴാണ് വീണ്ടും അദ്ദേഹം തിരിച്ചെത്തുന്നത് എന്നുള്ളതൊക്കെ ഒരു കാര്യമാണ്. സോ ആ പറഞ്ഞതുപോലെ ഒരു ട്രസ്റ്റ് പ്രോസസ്സിൻ്റെ ഒരു ആവശ്യകത എന്നുള്ളത് ഇല്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ കോച്ചും അതുപോലെ നമുക്ക് മൊത്തത്തിലൊരു ഇതല്ലാണ്ട് ആവശ്യമായിട്ടുള്ളടുത്ത് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സീസൺ തന്നെ ഒരു ബെറ്റർ സീസണാണ്. അപ്പം ഇവാൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് ഫസ്റ്റ് സീസണിൽ തന്നെ 4th ഫിനിഷ് ചെയ്യാൻ പറ്റി എന്നുള്ളത്, കാരണം നമ്മൾ അത്രയ്ക്ക് ആക്ച്വലി പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാനൊരു ആദ്യത്തെ സീസണിൽ ഒരു 6th ഒക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചത്. അപ്പം അത് ഇനി വരുന്ന കോച്ചസും ഉറപ്പായിട്ടും ആ ഒരു ടോപ്പ് 4 എന്നുള്ളൊരു ലെവലിലേക്ക് നമ്മൾ ചിന്തിക്കും. ഇപ്പം ഷീൽഡ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. പറഞ്ഞ പോലെ ആദ്യത്തെ സീസണിൽ ഉറപ്പായിട്ടും ഒരു ഡൗൺഗ്രേഡ് ഒരിക്കലും ഒരു ആരാധകനും പ്രതീക്ഷിക്കില്ല. ഇനി ഒരു പുതിയ കോച്ച് വരുന്ന സമയത്ത് ആദ്യ സീസണിൽ തന്നെ ഏതെങ്കിലും ഒരു ട്രോഫി വിൻ ചെയ്യണമെന്ന് തന്നെയാണ് ഏതൊരു ആരാധകനും പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പം ഇവാൻ്റെ കാര്യത്തിൽ ട്രോഫി എന്ന് പറയുന്നൊരു വിഷയം വന്നതുകൊണ്ട് തന്നെയാണല്ലോ ഒരു ചേഞ്ച് സംഭവിക്കുന്നത് നമുക്ക്. കാരണം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്. ട്രോഫി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് യങ്സ്റ്റേഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്നൊരു ക്ലബ്ബാണ്. അത് പുതിയൊരു കോച്ച് വരുമ്പോൾ അത് സംഭവിക്കുമോ, അതൊരു പ്രശ്നമായി മാറുമോ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഉറപ്പായിട്ടും യങ്സ്റ്റേഴ്സിനെ യൂട്ടിലൈസ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിബിൻ ആണെങ്കിലും അസർ ആണെങ്കിലും ഐമൻ ആണെങ്കിലും സച്ചിൻ ആണെങ്കിലും നിഹാൽ ആണെങ്കിലും അങ്ങനെ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. കുറേയൊക്കെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ ഇവാൻ മുക്കോമനോവിച്ച് എന്ന് പറയുന്ന കോച്ച് വളരെ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് റിസൾട്ട് അല്ലെങ്കിൽ ട്രോഫി എന്നുള്ളതും ഉറപ്പായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം മറ്റ് ക്ലബ്ബുകൾ, ഇപ്പോൾ ഇവൻ മോഹൻ ബഗാനിൽ പോലും ഒരുപാട് യങ്സ്റ്റേഴ്സ് എമർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പം കിയാൻ നസീരി ആണെങ്കിലും അഭിഷേക് സൂര്യവംശി ആണെങ്കിലും അതുപോലെ ഇപ്പം സുഹേൽ ഭട്ട് ആണെങ്കിലും അങ്ങനെ ഒരുപാട് താരങ്ങൾ. ഇപ്പം ദീപേന്ദു എന്ന് പറയുന്നൊരു പ്ലെയർ അൻവർ അലിക്ക് ഇഞ്ചുറി വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുള്ള താരങ്ങളാണ്. അപ്പം അല്ലെങ്കിൽ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ആണെങ്കിലും BFC ആണെങ്കിലും അപ്പം നമുക്ക് പറഞ്ഞതുപോലെ യങ്സ്റ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ട്രോഫി എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. നമുക്ക് ഒരു ന്യായമായിട്ട് നമുക്ക് വെക്കാൻ പറ്റില്ല. നമുക്ക് ട്രോഫി എന്നുള്ളതാണ്, പ്രത്യേകിച്ച് KBFC പോലെ ഇത്രയും ഫാൻ ബേസ് ഉള്ള ഒരു ക്ലബ്ബാണ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമാണ്. ഞാൻ പറയാം, ഇപ്പം ഏറ്റവും വലിയൊരു ടാലൻറ്റ് ഫാക്ടറി എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് അല്ലെങ്കിൽ അക്കാഡമിയാണ് അയാക്സ്. നെതർലൻഡ്സിലെ ക്ലബ്ബാണ്. പക്ഷേ നെതർലൻഡ്സിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ക്ലബ്ബും അയാക്സ് തന്നെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ലാമാസിയ ബാഴ്സലോണയുടെ അക്കാഡമിയാണ്, ലോകോത്തര അക്കാഡമിയാണ്. ഈ പറയുന്ന പോലെ ഒരു ടോപ്പ് 3 അക്കാഡമീസിൽ ഒന്നിൽ നമുക്ക് പറയാൻ പറ്റും വേൾഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ.
അവർ ഈ പറഞ്ഞ പോലെ റയൽ മാഡ്രിഡിനോടൊപ്പം സ്പെയിനിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലബ്ബെന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അപ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇത് എന്ന് പറയുന്ന ഒരു പാർട്ട് തന്നെയാണ്. പ്ലെയർ ഡെവലപ്മെൻറ്റ് ഒരു ഡെവലപ്പിംഗ് രാജ്യമായിട്ടുള്ള, അതായത് ഫുട്ബോൾ ഡെവലപ്പിംഗ് രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ വളരെ അനിവാര്യം തന്നെയാണ്. അതിനോടൊപ്പം തന്നെ സക്സസ് ട്രോഫീസ് ഇതും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഒരുപാട് ഫാൻസ് ഉള്ള ഒരു ക്ലബ്ബ് എന്ന നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മനോല മാർക്കസ് എന്ന് പറയുന്ന ഹൈദരാബാദ് FC യുടെ പരിശീലകനായിരുന്നു അദ്ദേഹം. ആ സമയത്ത് KBC പരാജയപ്പെടുത്തി ട്രോഫി നേടിയപ്പോൾ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഇത്രയും ഒരു സക്സസ് നേടിയിട്ടും ഫാൻസ് അത്രയ്ക്ക് അതൊരിത് ചെയ്യുന്നില്ല, എല്ലാവർക്കും സൺറൈസേഴ്സ് മതി എന്നുള്ളത്. ആ സ്ഥാനത്താണ് ഇത്രയും ആരാധകർ, ലക്ഷക്കണക്കിന് ആരാധകർ, ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ട്രോഫിക്കായിട്ട് കൊതിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ട്രോഫി നേടിക്കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഈ കളിയാക്കിയൊക്കെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, കേരളം നിന്ന് കത്തും, അത് തന്നെയായിരിക്കും സംഭവിക്കുക. അപ്പം അതിനുവേണ്ടി പറഞ്ഞ പോലെ ഇങ്ങനെ ആരാധകർ, ഞാനും നിങ്ങളൊക്കെ അടക്കമുള്ള ആരാധകർ അത്രയും കാത്തിരിക്കുകയാണെന്നുള്ളത് നമുക്കറിയാം. അതിനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസണിൽ നമ്മൾ ഇപ്പോൾ ഇന്ത്യൻ വിങ്ങേഴ്സ് കൂടുതലും നമ്മൾ യങ് പ്ലേയേഴ്സിനെയാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്. അവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നൊരു പ്ലെയർ ഉണ്ടായിരുന്ന രാഹുൽ KP ആണ്. ആ രാഹുൽ KPയുടെ പെർഫോമൻസ് എന്തായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. പിന്നെ കുറച്ചെങ്കിലും പെർഫോം ചെയ്തത് ഐമാനി നിഹാലുമാണ്. അവർ പറഞ്ഞ പോലെ റിസർവിൽ നിന്ന് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പ്ലെയേഴ്സാണ്. അവരിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്നത്ര പെർഫോമൻസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. എങ്കിലും നമുക്ക് അവിടെ സെറ്റ് ബാക്ക് ആയത് നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്പേഴ്സ്, ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന നമ്പേഴ്സിൽ നമ്മൾ പിന്നോട്ട് പോയി എന്നുള്ളതാണ്. അപ്പം അവിടെ ആ ഒരു സ്ഥാനത്ത് ഉറപ്പായിട്ട് നമ്മളൊരു റിക്രൂട്ട്മെൻറ്റ്, ഒരു ഇന്ത്യൻ വിങ്ങറെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതൊരു അത്യാവശ്യമാണ്. അപ്പം സൗരവ് ഒരു വലിയ വരെ പെർഫോം ചെയ്തു, പക്ഷേ അദ്ദേഹം ഇഞ്ചറി പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവസാന നിമിഷങ്ങളിലൊക്കെയാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു ഫാക്ടറുണ്ട്. ഇക്കാര്യത്തിൽ ആരെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്, ആരെ പറ്റിയാണ് സംസാരിക്കേണ്ടത് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം. അതിന് നമുക്ക് ഇവാൻ്റെ ഒരു കാര്യം കൂടി പറയാം. ഇവാൻ്റെ കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു അപ്ഗ്രേഡിംഗ് ലെവലിലേക്ക് KBC എത്തിച്ച പരിശീലകനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ യങ്സ്റ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹം ഒരുപാട് ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ മാൻ മാനേജ്മെൻറ്റ്, ഒരു ടീമിലൊരു മാൻ മാനേജ്മെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു ഇവാൻ മുക്കോമനോവിച്ച് എന്ന് പറയുന്നത്. കോച്ചും പ്ലേയേഴ്സുമായിട്ടുള്ളൊരു ബന്ധം, അതുപോലെ തന്നെ ഫാൻ ഇൻട്രാക്ഷൻ നോക്കിയാലും അദ്ദേഹം ടോപ്പ് നോച്ചായിരുന്നു. പക്ഷേ ഇതിൽ നെഗറ്റീവ് ഫാക്ടേഴ്സും ഇവാൻ്റെ കാര്യത്തിൽ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം പോസിറ്റീവ്സ് പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് നെഗറ്റീവ്സിനെയും എന്താ പറയുക, ഇത് ചെയ്യാൻ പറ്റില്ല, വിട്ടുകളയാൻ പറ്റില്ല. കാരണം ഇമോഷൻ മാത്രമല്ല, നമ്മൾ ചിലപ്പം ചില സമയത്ത് പ്രാക്ടിക്കലായിട്ടും ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും ചിലപ്പം പ്രെഡിക്റ്റബിൾ ആകുന്നത് അത് ഒപ്പോണൻസ് ഗുണമാകുന്നുണ്ട്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ് പ്രശ്നമാകുന്നുണ്ട്. അതുപോലെ പല ഫോമൗട്ടായിട്ടുള്ള പ്ലേയേഴ്സിനെ നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിച്ച് ചിലപ്പം മറ്റ് പ്ലേയേഴ്സ് ഉണ്ടാവും അവിടെ പൊസിഷന് പറ്റി. അപ്പം ആ റിയലൈസേഷനൊക്കെ ഉണ്ടാകുന്നത് അവസാനമായിരിക്കും. ഇതൊക്കെ ഒരു നെഗറ്റീവ് ഫാക്ടർ നമുക്ക് പറയാവുന്നതാണ്. ഇനി നമുക്ക് അവസാനം പറയാം എന്ന് വെച്ചിരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഡയറക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ കോച്ചിൻ്റെ കാര്യം എടുക്കുമ്പം അവസാനത്തെ ഒരു 10 മാച്ചസിൽ നിന്ന് നമ്മൾ 7 പോയിന്റോ മറ്റോ ആണ് നേടിയിട്ടുള്ളത്. അതൊരു നമ്പർ കുറവാണ്. നമുക്ക് ചലഞ്ചസ്, പരിക്ക് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ടീമിനെ ആ ഒരു ചലഞ്ചായിട്ട് എടുത്ത് അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു 10 മത്സരങ്ങളിൽ നിന്ന് ഒരു 15 to 20 പോയിന്റ്സ് എങ്കിലും നേടിയിരുന്നെങ്കിൽ നമുക്ക് ഈ കോച്ചിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടി ഞാൻ ശക്തമായിട്ട് പറഞ്ഞു. പക്ഷേ ആ ഒരു പ്രോബ്ലം അവിടെ ഉണ്ട്. നമുക്ക് അത് മാത്രം ഒരു ചലഞ്ചായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു പ്രശ്നമാണ്. ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു കറക്റ്റായിട്ട് വരിക എന്നുള്ളത്. അപ്പം ഞാൻ ഒരിക്കലും പറയില്ല, ഞാൻ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്തപ്പം ആ ഒരു കമൻറ്റ് വന്നു, നമ്മൾ മിഡ് ടേബിൾ ക്ലബ്ബ് സംസാരിക്കുന്ന പോലെയാണ്. ഞാൻ മിഡ് ടേബിൾ ക്ലബ്ബ് സംസാരിക്കുന്ന പോലെയല്ല സംസാരിക്കുന്നത്. ഇപ്പം മുംബൈ സിറ്റി FC മോഹൻ ബഗാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ മറ്റ് ക്ലബ്സിനൊന്നും പറ്റില്ല. അവർ ഈ പറയുന്ന പോലെ അവരൊരു റയൽ മാഡ്രിഡും FC ബാഴ്സലോണയുമാണ്. അപ്പോൾ നമ്മൾ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡെങ്കിലും ആകണ്ടേ, ആ ഒരു ലെവലിലെങ്കിലും ഇത്രയും ഫാൻ ബേസ് ഉള്ളൊരു ക്ലബ്ബ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരാധകൻ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ ഈ സീസണിൽ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ FC ഗോവ, അവർ കഴിഞ്ഞ 2 സീസണുകളിൽ ഒരു ഡൗൺഫാളിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സീസണിൽ അവർ, ഞാൻ പറഞ്ഞ ആ ട്രസ്റ്റ് പ്രോസസ്സിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നതെന്ന് കൂട്ടി യോജിപ്പിക്കാനും കൂടി പറയാം. മനോല എന്ന് പറയുന്ന ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവന്നു, ISL സക്സസ്ഫുൾ ആയിട്ടുള്ള. അതുപോലെ തന്നെ പ്ലേയേഴ്സ് ലൈക്ക് ജിങ്കൻ, അതുപോലെ മുഹമ്മദ് യാസിറിനെ കൊണ്ടുവന്നു, ബോറിസ് സിംഗ്, ഉദാന്ത സിംഗ്, അങ്ങനെ കുറച്ചധികം പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു. ഫോറിനേഴ്സായിട്ട് കാൾ മഖ്യു, ഓഡെയുണ്ട്, ഇന്ത്യ തുടങ്ങിയിട്ടുള്ള താരങ്ങളെ കൊണ്ടുവന്നു. നോവെ റിട്ടേൺ ചെയ്തു. അപ്പം അതൊക്കെ അവർ ആക്ച്വലി ഷീൽഡ് റേസിൽ ഉണ്ടായിരുന്നതാണ്. അവർക്ക് ഈ പറഞ്ഞതുപോലെ ഒരു ചെറിയ ചലഞ്ച് ജനുവരിക്ക് ശേഷം സംഭവിച്ചു. പക്ഷേ അതിൽ നിന്ന് അവർ ഓവർകം ചെയ്തു വന്നു. ഒരു 1-2 മത്സരങ്ങളിൽ ബലം വിപരീതം തന്നെ അവർ ഉറപ്പായിട്ടും ലാസ്റ്റ് ഷീൽഡിലേക്ക് എന്നുള്ള നിലയിൽ ഫൈറ്റ് ചെയ്യേണ്ട ഒരു ക്ലബ്ബ് തന്നെയാണ്. അപ്പം പറഞ്ഞു വരുന്നത് ഇതാണ്. ഇപ്പോൾ ഫോറിനേഴ്സിൻ്റെയൊക്കെ ഒരു പൂൾ കുഴപ്പമില്ല. നമുക്ക് പറഞ്ഞ പോലെ 10,000 കണക്കിന് ഈ പറഞ്ഞ നിലവിലുള്ള ക്വാളിറ്റിയിലുള്ള പ്ലേയേഴ്സിനെയൊക്കെ നമുക്ക് കിട്ടും. അത്രയും വൈഡാണ്, നമുക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്താൽ മതി. പക്ഷേ ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ പലപ്പോഴും നമുക്കൊരു നല്ല ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ പ്രീതത്തിൻ്റെ ട്രാൻസ്ഫറാണ് വലുതായിട്ട് പറയുന്നത്. അത് നമ്മൾ സഹലിനെ കൊടുത്തിട്ടാണ് പ്രീതത്തെ കൊണ്ടുവന്നത്. അതല്ലാണ്ട് ഐബാൻ ദോഹ്ലിങ്ങിൻ്റെ മാത്രമാണ് ഒരു ട്രാൻസ്ഫർ എന്ന നിലയിൽ നടന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ഫ്രീ ഏജൻസിനെയൊക്കെ പിക്ക് ചെയ്തിട്ട് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ലോണിൽ പ്ലേയേഴ്സിനെ എത്തിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ലാറ ഷമ്മയുടെ കാര്യം എടുത്താലും അല്ലെങ്കിൽ നമ്മുടെ നവച്ച സിംഗിൻ്റെ കാര്യം എടുത്താലും ഇവരൊക്കെ ലോണിൽ വന്നിട്ടുള്ള പ്ലേയേഴ്സാണ്. പ്രബീർ ദാസ് ഫ്രീ ഏജൻ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. സോ അങ്ങനത്തെ സൈൻസ് ഒക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരു
ഞാൻ പറയുന്നില്ല മോഹൻ ബഗാനിലും അല്ലെങ്കിൽ മുംബൈ സിറ്റി എഫ് സിയിലും ഹൈ പെയ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ എത്തിക്കുക. പക്ഷേ മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് നമുക്ക് നോക്കാമല്ലോ. ഇപ്പം ഇത്തവണയൊക്കെ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഹൈദരാബാദ് എഫ് സിയിൽ നിന്ന് പല പ്ലേയേഴ്സിനും ജനുവരിയിൽ എടുക്കാനുള്ള നല്ല ചാൻസ് ഉണ്ടായിരുന്നു. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. അതുപോലെ പല ക്ലബ്ബിൽ നിന്ന് ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിനെ നമുക്ക് എടുക്കാം. നമുക്ക് അവരുമായിട്ട് മറ്റ് ക്ലബ്ബുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സമ്മതിച്ചിട്ടില്ല. ബാക്കി രണ്ട് മോഹൻ ബഗാനും മുംബൈ സിറ്റി എഫ് സിയും ഓക്കെ, ഇതൊക്കെ ശരിയാണ്. ഒരു സസ്റ്റൈനബിൾ ആയിട്ട് റൈസിൽ പോവുക എന്ന് പറയുന്നതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതൊന്നും വിസ്മരിച്ചുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ട്രോഫി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാക്ടറായിട്ട് മാറുമ്പോൾ അതൊക്കെ കാര്യമാണ്. പിന്നെ വിദേശ താരങ്ങളുടെ കാര്യം എടുക്കുമ്പോൾ ഇപ്പോൾ 8 മാസമൊക്കെയാണ് ഈ ഒരു സീസൺ ഉണ്ടായിരുന്നത്. എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മെയ്യിലാണ് അവസാനിച്ചത്. ഏതാണ്ട് ഓഗസ്റ്റ് മാസത്തോടുകൂടി നമ്മൾ ടൂർണമെൻറ്റ് കപ്പൊക്കെ ആരംഭിച്ചതാണ്. അപ്പം 6 പ്ലേയേഴ്സും ഒരേപോലെ ക്വാളിറ്റി ഉള്ളതാകുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞു ഇത്തവണ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഞാൻ പറയാം 3 പേര് ടോപ്പ് ക്വാളിറ്റി ആയിരുന്നു. അത് കഴിഞ്ഞുള്ള ഒരു അടുത്ത ലെവൽ ക്വാളിറ്റിയാണ്. അതല്ല 6 പ്ലേയേഴ്സും ഇപ്പം നമുക്ക് അതിൽ നമുക്ക് വേണമെങ്കിൽ മറ്റേത് ക്ലബ്ബുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ആ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ വൈഡർ ആയിട്ടുള്ള പൂളായതുകൊണ്ട് തന്നെ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ എടുക്കുക എന്നുള്ളത് അത് ചുമ്മാ കുട്ടിക്കളിയല്ല. അതിൽ നമ്മൾ കാര്യമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു കോച്ചിനെ ചേഞ്ച് ചെയ്തതുകൊണ്ട് പുതിയൊരു കോച്ച് വന്നതുകൊണ്ട് ഒരു സക്സസ് എന്നുള്ളതല്ല. നമ്മൾ ഈ പറഞ്ഞ പോലെ മാനേജ്മെൻറ്റിൽ അല്ലെങ്കിൽ എടുക്കുന്ന പല ഡിസിഷൻസിലും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായാലേ ഈ പറഞ്ഞതുപോലെ ഒരു ഇതിലേക്ക് ഹൈയിലേക്ക് എത്തുകയുള്ളൂ, നമുക്ക് ട്രോഫീസ് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ട്രോഫി ഈ വീഡിയോയിൽ ഒരുപാട് വട്ടം പറഞ്ഞു. കാരണം അത്രത്തോളം അതിനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്, അത് ആവശ്യമാണ്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. നമ്മളീ പറഞ്ഞതുപോലെ മോഹൻ ബഗാനോ അല്ലെങ്കിൽ മുംബൈ സിറ്റി എഫ് സിയുടെ അത്രയൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട. അതിന് താഴെ ലെവലിലെങ്കിലും മറ്റ് ക്ലബ്ബുകളായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ലെവലിലെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ചിലർ പറഞ്ഞ് ഞാൻ കമൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മളിത് മാർക്കറ്റ് വാല്യൂ മോഹൻ ബഗാൻ കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ നമുക്കാണ്. മാർക്കറ്റ് വാല്യൂയും സ്പെൻഡ് ചെയ്യുന്നതൊക്കെ എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെയുള്ള നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അത് വെച്ചെന്നുള്ളൊരു കമ്പാരിസൻ്റെ ഒരു യാതൊരു വിധത്തിലുള്ള കാര്യമില്ല എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഇതിപ്പം വീഡിയോ ഇത്രയും ഒരു ലെങ്ത് ആയിപ്പോയി, അതുകൊണ്ടാണ് ഇവിടെ വെച്ച് ഞാൻ നിർത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പം ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ സനിയ.